ഞാൻ കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഞാൻ CA ഇൻ്ററിന് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻലി നമ്മളെ പ്രാക്ടിക്കൽ സബ്ജക്ട്സ്, അതായത് അക്കൗണ്ടൻസി, കോസ്റ്റിങ്, ടാക്സേഷൻ, ഇങ്ങനെ ഏതെങ്കിലും പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം. അങ്ങനത്തെയൊക്കെ സബ്ജക്റ്റുകളുടെ ക്ലാസ് ഉണ്ടാകുമ്പോൾ സാർമാർ ഓരോ പ്രോബ്ലം ക്ലാസ്സിൽ നിന്ന് തന്നെ ചെയ്യാൻ തരും. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്ക് അതിൻ്റേതായ ടൈം തരും. എന്നിട്ടൊരു ക്വസ്റ്റ്യന് ആദ്യം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു കാണിച്ചു തന്നതിന് ശേഷം നമ്മളോട് സ്വയം ചെയ്യാൻ പറയും, കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പല പ്രാവശ്യവും, ഒട്ടുമിക്ക പ്രാവശ്യവും എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ബെല്ലടിക്കുമല്ലോ, രാവിലത്തെ ആ ടൈമിൽ തരുന്ന പ്രോബ്ലംസ് ഇൻ്റർവെല്ലിന് ബെല്ലടിച്ചുകൊണ്ട് പോലെ എല്ലാവരും ഇൻ്റർവെല്ലിന് പോകും. പക്ഷെ അപ്പോഴും ഞാൻ അവിടെ ഇരുന്നാണ്ട് എഴുതായിരിക്കും. ഈ CAക്കോ CMAക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ വരുന്ന ഒരുവിധം കുട്ടികൾക്ക് അക്കൗണ്ടൻസി ഭയങ്കര ഈസി ആയിരിക്കും. അതായത് പ്രാക്ടിക്കൽ സബ്ജക്ട്സ്, അക്കൗണ്ട്സ് മാത്രമല്ല, അക്കൗണ്ട്സ്, കോസ്റ്റിങ് അല്ലെങ്കിൽ ടാക്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബട്ട് ഇൻ മൈ കേസ് ഇറ്റ് വാസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ്. എനിക്ക് പേടിയുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ എനിക്ക് ടഫായി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് അക്കൗണ്ട്സ് ആണ്. ഞാൻ CA ഫൗണ്ടേഷനിൽ അക്കൗണ്ട്സിൻ്റെ മെയിൻ ടോപ്പിക്കൊക്കെ ആയ ഫൈനൽ അക്കൗണ്ട്സൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇൻ്റർക്ക് പാസ്സായത്. പക്ഷേ മാർക്ക് കുറവൊന്നുമില്ല, മാർക്ക് ആവശ്യത്തിന് പഠിക്കേണ്ടത് മര്യാദക്ക് പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ അക്കൗണ്ട്സ് താല്പര്യമുള്ള ആൾ ഒരു പ്രാവശ്യം അത് കേൾക്കുമ്പോൾ ആ പ്രോബ്ലം പഠിക്കുന്ന ടൈമിൽ എനിക്കത് ചിലപ്പോൾ 3 പ്രാവശ്യം എഴുതി പഠിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് മടിയൊന്നുമില്ലായിരുന്നു, 3 പ്രാവശ്യം ഞാനത് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും പോയി ഓല പ്രോബ്ലമൊക്കെ കംപ്ലീറ്റ് ആയി ഓല് ഇൻ്റർവെല്ലിനൊക്കെ ഇറങ്ങിപ്പോയാലും എൻ്റെ സാർമാരോടൊക്കെ ചോദിച്ചാൽ അറിയുണ്ടാവും ഞാൻ അപ്പോൾ അവിടെ ഇരുന്നാണ് പ്രോബ്ലം ചെയ്ത കാര്യം, എൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ ഐ വാസ് വൺ ഓഫ് ദ വീക്കസ്റ്റ് സ്റ്റുഡൻസ്. നോക്കുമ്പോൾ ഏറ്റവും ബാക്കിലല്ല, ബട്ട് ഡെഫിനറ്റ്ലി ടോപ്പ് സ്റ്റുഡൻസ് ആളെ പോലെ അല്ലേനും. പെട്ടെന്ന് കത്തി പെട്ടെന്ന് അങ്ങനത്തെ ഒരു കുട്ടിയല്ലേനും. +2 എന്നൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് നല്ല മാർക്കുള്ളവരാണ് Dക്ക് വരിക, ഫൗണ്ടേഷനിക്ക് വരിക, CA ഫൗണ്ടേഷൻ. അതിൽ നിന്നും നല്ല മാർക്കുള്ളവർ മാത്രമാണ് CA ഇൻ്റർക്ക് വരിക. അപ്പോൾ ഓലെ Dക്ക് എത്തിയപ്പോഴത്തേനും നമ്മൾ വീക്കായി എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ നോർമൽ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യല്ല. ആ ഒരു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആ 2 സംഭവങ്ങളും ഫൗണ്ടേഷനും ഇൻ്ററും ക്ലിയർ ചെയ്തിരുന്നു. അത് തന്നെ അന്ന് എന്നെക്കാളും സ്മാർട്ടായിരുന്ന ഒരുപാട് പേരെക്കാട്ടും കൂടുതൽ മാർക്ക് വാങ്ങി ക്ലിയർ ചെയ്തിരുന്നു. ലൈക്ക് ടോപ്പ് സ്റ്റുഡൻസിൻ്റെ ഒപ്പം എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ടോപ്പ് 5 ആ ഒരു കാറ്റഗറിയിലൊക്കെ ഞാൻ പെട്ടിട്ടുണ്ട് ആ ക്ലാസ്സിൽ, ഈവൻ ദോ ഐ വാസ് വീക്ക്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ടിപ്സ്, അതുപോലെ ജനറലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് പഠിക്കാനുള്ളതിൽ. ഇത് മറ്റേ ക്യൂട്ട് കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇങ്ങനെ പഠിക്കുക, അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക, അങ്ങനത്തെ അല്ല. ഇത് ഞാൻ ജീവിതത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിയേർഡായി തോന്നും, അങ്ങനത്തെ സംഭവങ്ങളാണ്. അതിൽ ഞാൻ ഇൻ്ററിന് പഠിക്കുന്ന ടൈമിൽ തന്നെയാണ് ഞാൻ ജിമ്മിൽ പോയിരുന്നത്. അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞ ആ ഗ്യാപ്പിൽ വെക്കേഷനിൽ പോയി തുടങ്ങി, ഇൻ്ററിലും ഇങ്ങനെ തുടർന്ന് വന്നിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നല്ല രീതിയിൽ എക്സ്ട്രീം ഫുഡ് കഴിക്കും. അത്യാവശ്യം വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബൾക്കിങ് ചെയ്യും. പീനട്ട് ബട്ടറും രാവിലെ നീച്ചിട്ട് തന്നെ ചോറും കൂട്ടാനൊക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ച ചോറും കൂട്ടാനൊക്കെ കഴിക്കും. എന്നിട്ട് പിന്നെ പോണിൻ്റെ മുമ്പ് ചായ കുടിക്കും, ക്ലാസ്സിന് പോണതിൻ്റെ മുമ്പ്. എന്നിട്ട് ക്ലാസ്സിൽ നിന്ന് ഇൻ്റർവെല്ലിന് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് പീനട്ട്സ് ഉണ്ടല്ലോ, മറ്റേ സാൾട്ടഡ് പീനട്ട്സ് പറഞ്ഞാണ്ട് ഒരു 20 രൂപേൻ്റെ തോന്നുന്നുണ്ട്, അത് പോയി കഴിക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച്, എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഫുഡ് വീണ്ടും കഴിക്കും. എന്നിട്ട് ജിമ്മിൽ പോകും, എന്നിട്ട് ജിമ്മിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഫുഡ് കഴിക്കും. അങ്ങനെ കഴിച്ചിരുന്നു. വെയിറ്റ് എല്ലാം കൂടിയും ചെയ്തിരുന്നു. ഏകദേശം ഇപ്പോൾ ഞാൻ 61 കിലോ ആണുള്ളൂ. ഒരു മഞ്ഞപ്പിത്തൊക്കെ വന്നതിന് ശേഷം ഭയങ്കര വെയിറ്റ് കുറഞ്ഞു. അന്നൊരു 70ൻ്റെ അടുത്ത് എത്തിനും. സോ യു ക്യാൻ അസ്യൂം എൻ്റെ സൈസ് നല്ല കൂടുതലും. ഫാറ്റല്ല, മസ്കുലാറിനാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, അത്രയും ഫുഡ് കഴിക്കണോണ്ട് തന്നെ എനിക്ക് ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഉറക്കം വരും. അതുമാത്രമല്ല പഠിച്ചൊന്നും തലയിൽ കയറുമല്ലോ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സംഭവം ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് ഫുഡ് കുറക്കുക എന്നുള്ളത്. ഫുഡ് കുറക്കുക എന്നുള്ളപ്പോൾ ഞാൻ ചെയ്ത കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഐ ഡിഡ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ആ ഒരു 3 മാസം നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയി, പിന്നെ ഞാൻ ജിമ്മ് നിർത്തി, വീട്ടിൽ നിന്ന് വർക്കൗട്ടാക്കി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തിരുന്നു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ടൈം, എൻ്റെ ഏറ്റവും എനിക്ക് ഫോക്കസ് കിട്ടുന്ന ടൈം മോർണിംഗ് ഒരു 5 മണി തൊട്ട് ഒരു ലഞ്ച് ഒരു 1 മണി വരെ. സ്റ്റഡി ലീവിലാണെങ്കിൽ അങ്ങനെ, അല്ലാതെ ക്ലാസ്സിൽ നിന്നാണെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിക്കും. ആ രീതിയിൽ ഉച്ചക്ക് മാത്രം ഫുഡ് കഴിക്കുന്ന ആ രീതിയിൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരിക. ഞാൻ വേറെ സാറുമാർ പറഞ്ഞു കൊടുക്കണമൊക്കെ കണ്ടിരിക്കുന്നു.
യൂട്യൂബിൽ തന്നെ കണ്ടിരുന്നു ഞാനും. ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നിട്ട് പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞാണ്ട് ഏതോ ഹിന്ദിക്കാരത്തൊക്കെയാണ്. അന്ന് CAൻ്റെ ക്ലാസ് കാണുമ്പോൾ അങ്ങനെ വന്നതാണ്. അതെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു ഹെവി മീൽ ഏതെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളെ എനർജി ഫുൾ അവിടെ ഡൈജഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുക നിങ്ങളെ ബ്രെയിനിൻ്റെ. അപ്പോൾ നിങ്ങളെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ തരാൻ പറ്റില്ല. പൊതുവേ ഇനി നമ്മൾ മലയാളികളുടെ കേസാണെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഫുഡുകൾ കഴിക്കുന്നത് പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ ഞാൻ ഫിറ്റ്നസിൻ്റെ ഇതിലും കൂടി എൻഗേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത് ചിലപ്പോൾ വേറെ ആൾക്കാരൊന്നും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടാവില്ല. കാർബോഹൈഡ്രേറ്റ്സ് കൂടി കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് എനർജി കൂടും, എന്നിട്ട് എനർജി പെട്ടെന്ന് ക്രാഷ് ആവുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഉച്ചക്കൊക്കെ കുറേ ചോറ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നല്ല മധുരമുള്ള സംഭവങ്ങൾ കൂടുതൽ കഴിച്ചാൽ ഉറക്കം വരുന്ന കണ്ടിട്ടില്ല. അതാണ് സംഭവം. അപ്പോൾ ഇൻസുലിൻ്റെ സ്പൈക്ക് ഉണ്ടാവും, പിന്നെ ഒരു ക്രാഷ് ഉണ്ടാവും. അപ്പോൾ ആ കുറച്ച് നേരം ആ എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വരുമ്പോൾ ഇന്നെ സംബന്ധിച്ച് മോർണിംഗ് ഞാൻ എണീറ്റിട്ട് ഞാൻ ഫസ്റ്റ് ഫുഡ് കഴിക്കുക 1 മണിക്കായിരിക്കും, പിന്നെ കിടക്കുന്നതിൻ്റെ മുമ്പായിരിക്കും. ആ ഒരു രീതിയിൽ അത്രയും നേരം എന്താവും, വെള്ളമൊക്കെ പറ്റും, വെള്ളം, കോഫി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റും. കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ് കിട്ടും. ഹെവി മീൽ ഒഴിവാക്കിയാലും മതി. എന്താണ്, എന്തെങ്കിലും എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് കുറച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ, വല്ലാതെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കാത്ത കാർബോഹൈഡ്രേറ്റ്സ് അല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ചിക്കനോ ഫിഷോ എഗ്ഗോ അല്ലെങ്കിൽ മിൽക്കോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ആക്കിയിട്ട്, ചെറുതായിട്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ റൈസും അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങൾ, വേറെ ഏതെങ്കിലും ടൈപ്പ് അപ്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് രാവിലെ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ട് പിന്നെയാണ് പഠിക്കാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോക്കസ് കുറയും. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഫുഡ് ഒന്നില്ലെങ്കിൽ കുറക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പഠിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, ആ രീതി ചെയ്യാം. രണ്ടാമത്തെ ടിപ്പാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് കോഫി, അതിലെ കഫൈൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ വെച്ചാൽ രാവിലെ ആണ് ഞാൻ പഠിക്കാതിരിക്കുന്നത്. അപ്പം നൈറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക, നിങ്ങൾ ഉറക്കത്തിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യുക. കാരണം കഫൈൻ്റെ അല്ലെങ്കിൽ കോഫീൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 10-12 മണിക്കൂർ ആയാലും അതിന് ക്വാർട്ടർ ലൈഫ് ഉണ്ടാവും. അതായത് ഒരു കപ്പ് കോഫി കുടിച്ച് കഴിഞ്ഞാൽ അതിലൊരു 200 mg കഫൈന് നോർമലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ 100 mg കഫൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാർട്ടർ ഒരു 25 mg സ്റ്റിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞാലും. അപ്പോൾ അത് ഉറക്കത്തിനെ ബാധിക്കും, അത് സൂക്ഷിക്കണം. ഞാൻ രാവിലെ പഠിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ 90 to 120 മിനിറ്റ്സ് ലേറ്റർ, അതായത് ആൻഡ്രി ഹ്യൂബർമാൻ പറയുന്നുണ്ട്, നമ്മൾ എണീറ്റ് ഏക്കിനും കോഫി കഴിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കഫൈൻ എടുത്തു കഴിഞ്ഞാൽ വേറെ ഏത് സോഴ്സിൽ നിന്നായാലും നമ്മൾ ഉച്ചയൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് കഫൈൻ്റെ ക്രാഷ് ഉണ്ടാവും. അതായത് കഫൈന് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറേ പോകും. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന അഡോണിസിനാണ് തോന്നുന്നുണ്ട്. അഡോണിസിനാണ് നമുക്ക് ഉറക്കം വരുന്ന സംഭവം തോന്നുന്നുണ്ട്. അപ്പോൾ അഡോണിസിന് വന്നാണ്ട് അഡോണിസിൻ റിസപ്റ്റേഴ്സിൽ വന്നാണ്ട് അടിയും. അതായത് നോർമലി അഡോണിസിൻ റിസപ്റ്റേഴ്സിൽ കഫൈൻ വന്നാണ്ട് അഡോണിസിന് അവിടേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ആയി നിൽക്കുകയാണ്. നമുക്ക് ഉറക്കം എത്ര ആലോചിച്ചാൽ മതി, ആ കഫൈൻ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഉറക്കം വീണ്ടും വരും, പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ ഒരു 90 to 120 മിനിറ്റ്സ്, 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കുറച്ചും കൂടി ആ ക്രാഷ് ഉച്ചയ്ക്ക് വരാതെ കുറേ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ അതിനും കഫൈൻ യൂസ് ചെയ്യാൻ പറ്റും ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ ഒരു സംഭവം, ഇന്ന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് പഠിക്കുന്നതിന് മുമ്പ് ബോഡീനെ ആക്റ്റീവ് ആക്കുക എന്നുള്ളത്. അതായത് നമ്മൾ നേരെ എണീറ്റ് കണ്ട് ആ ഒരു ഉറക്കപ്പിരാന്തിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറൂല. അപ്പോൾ അതിന് ഞാൻ ചെയ്തിരുന്ന മെത്തേഡ് പറഞ്ഞാൽ, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫ്രഷ് ആവൽ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കും ഫസ്റ്റ് തിങ്. അപ്പോൾ രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടാവും, അപ്പോൾ ഒരു ചെറിയൊരു കോൾഡ് ഷവറിൻ്റെ എഫക്റ്റായി, അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മത്തെ വർക്കൗട്ട് നിർത്തിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഹോം വർക്കൗട്ടാന്ന് പറഞ്ഞല്ലോ, ഞാൻ അപ്പോഴാണ് വർക്കൗട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ്, കുറേ ഒന്നും ചെയ്യില്ല. അപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് ഫിറ്റ്നസ്സിലല്ല ഫോക്കസ്, ഫിറ്റ്നസ് ഉള്ളത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ പഠനമാണ് ഫോക്കസ്. അപ്പോൾ ഫിറ്റ്നസ്സിന് ആ ചെറിയ പ്രാധാന്യം കൊടുക്കും. 10 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻട്രവൽ ട്രെയിനിങ്, HIIT വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ അത് ചെയ്യും 10 മിനിറ്റ്. അതന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ എന്തെങ്കിലും നടക്കാൻ പോയേ അല്ലെങ്കിൽ പുറത്തൊന്ന് പോയി വരിക, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റി, സ്ട്രെച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും. അതെന്താ വെച്ചാൽ നമ്മുടെ ശരീരം മൊത്തം ഒന്ന് ബ്ലഡ് ഫ്ലോ ഒന്നിങ്ങനെ, ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കൂടി സെറ്റാക്കാനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, ഒന്നുകൂടി ഫോക്കസ് കിട്ടും, ആ ഉറക്കം വരലൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് ആക്ടിവിറ്റി പഠിക്കുന്നതിന് മുമ്പ് ചെയ്യാം.
അപ്പോൾ ഇതൊക്കെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിയേർഡായി തോന്നും. ഇത് എങ്ങനെ പഠിക്കണം എന്നല്ല ഞാൻ പറയണത്. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളാണ്. മറ്റോല് ഇപ്പം ഞാനും പഠിക്കുന്നുണ്ട്, ഓനും പഠിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓല മുമ്പ് എത്താൻ പറ്റുക? ഇങ്ങനത്തെ ടിപ്സുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓല മുമ്പ് എത്താൻ പറ്റുക. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ യൂസ്ഡ്. ഇതാണ് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത 3 സംഭവങ്ങൾ. ഇനി ജനറൽ ഹാബിറ്റ്സുകൾ പറഞ്ഞുതരാം. ഇത് ഞാൻ ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ വീഡിയോസിൽ നിന്നും അതുപോലെ യൂട്യൂബിൽ നിന്നൊക്കെ റിസർച്ച് ചെയ്താണ്ട് എടുത്ത സംഭവങ്ങളാണ്. അതിൽ ഒന്നാമത്തത് എനിക്കും കോമൺ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങൾ. ഓൽക്കൊരു പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റഡി ടൈം ഉണ്ടാവും, ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞത്, ഞാൻ എന്നും ഇപ്പോൾ ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ മോർണിംഗ് 4 മണിക്ക് എണീക്കുന്നു, ഒരു 4:30-5 മണിയാകുമ്പോഴത്തിൻ്റെ വർക്കൗട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് 5 to 8 വരെ ഞാൻ പഠിക്കുന്നുണ്ടാവും. 5 to 8 അല്ലെങ്കിൽ 5 to 9 ക്ലാസ്സിലെത്തേണ്ടി വരും. 5 to 8 വരെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു 3 മണിക്കൂർ ഡെയിലി ആ 3 മണിക്കൂറാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ കൺസിസ്റ്റൻറ്റ് സ്റ്റഡി ടൈം. ഒരു ദിവസം രാവിലെ പഠിച്ചു, പിറ്റേ ദിവസം വൈകുന്നേരം പഠിച്ചു, ഒരു ദിവസം രാവിലെ പഠിച്ചു, പിറ്റേ ദിവസം അങ്ങനെയല്ല, എന്നും ഒരേ ടൈമിൽ. അപ്പോൾ ആ ഒരു കുറേ ദിവസം അങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ആ ടൈമിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നീച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇനി പഠിക്കാനുള്ള ടൈമാണെന്നുള്ള രീതിയിൽ നമ്മളെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവും. ആ ഒരു ഹാബിറ്റ് പിന്നെ ശീലമായി കഴിയുമ്പോൾ, ഓട്ടോമാറ്റിക് ആയി കഴിയുമ്പോൾ പിന്നെ അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. അപ്പോൾ ഒരേ ടൈം കീപ്പ് ചെയ്യുക. രണ്ടാമത്തത്, ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവാൻ പാടില്ല. അതായത് മെസ്സേജുകൾ, നോട്ടിഫിക്കേഷനുകൾ, സോഷ്യൽ മീഡിയ, അതെന്തെങ്കിലും ആപ്പ് വെച്ചാണ്ട് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ. ഞാനൊക്കെ സോഷ്യൽ മീഡിയ ഫുള്ള് ഡിലീറ്റ് ആക്കിയ ടൈം അന്ന് ഡിലീറ്റ് ആക്കിയിരുന്നു. അന്ന് എനിക്ക് വാട്സപ്പിൽ പോലും ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് വെച്ചിക്കണ്, അർച്ചീവ് ചെയ്ത് വെച്ചിക്കണ്. അതുപോലെ സ്റ്റാറ്റസുകളൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് സ്റ്റാറ്റസിന് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാറുണ്ട്. നമ്മളെ മനസ്സിലേക്ക് വേറെ ഒരു ചിന്തയും വരാൻ പാടില്ല. നമ്മൾ ഫ്ലോ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് സ്റ്റഡിങ്ങിൽ മാത്രമല്ല കേട്ടോ ഇത് ഹെൽപ്ഫുൾ ആവുക. നിങ്ങൾ ഭാവിയിൽ ഇനി വർക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഡീപ്പ് വർക്കുകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ശരിക്കും റിസൾട്ട് കിട്ടാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ സാധാ ആൾക്കാരെ പോലെ കുറേ നേരം കുറഞ്ഞ എഫേർട്ട് ഇട്ടാണ് വർക്ക് ചെയ്യില്ല. ഇത് നമ്മളെ പുഷ് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ പ്രൊഡക്റ്റീവ് ആയിക്കാണ്ട് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഒരു നോട്ടിഫിക്കേഷനും ഇല്ല, ആരും നിങ്ങളെ വിളിക്കാൻ വരുന്നില്ല. ജസ്റ്റ് സ്റ്റഡി. നിങ്ങൾ ഫ്ലോ സ്റ്റേറ്റിലാണ്, നിങ്ങൾക്ക് വേറെ ചിന്തകളൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനാണ് അടുത്തത്. ആ ഒറ്റ സിംഗുലർ ഫോക്കസിൽ ഇങ്ങനെ പോകണം. അടുത്തൊരു സംഭവമാണ് ടീച്ചിങ് അതേഴ്സ് എന്ന് പറയുന്നത്. ഇത് എനിക്കും കിട്ടിയിരുന്നു, ഞാനും കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, ഇതിന് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കാരണം നമ്മൾ എപ്പോഴും സ്കൂളിലൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ തന്നെ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓനിക്ക് എന്നെങ്കാട്ടും മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ബ്രെയിനിൽ അത് കൂടുതൽ ഇംപ്ലാന്റ് ചെയ്യണ മാതിരിയാണ്. വീണ്ടും വീണ്ടും അത് കൂടുതൽ എന്താ പറയുക, ഡീപ്പായി പോകും പറഞ്ഞില്ലേ, അങ്ങനെ. അതായത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ അറിയണം. ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, സിമ്പിളായിക്കാട്ട് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അവനക്ക് മനസ്സിലാവണ മാതിരി പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ എന്താ അർത്ഥം, നമ്മളത് കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. ദാറ്റ്സ് ഗുഡ് ഫോർ യു. ഓനക്കും നല്ലതാണ്, ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കും നല്ലതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഞാൻ നോർമലി ഒരു സബ്ജക്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ബുക്ക് പൂട്ടി വെക്കും. എന്നിട്ട് ഞാൻ ആ കൺസെപ്റ്റ് വേറെയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ആ റൂമിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ പഠിക്കും. അപ്പോൾ ഒരു വട്ടം പഠിക്കുന്നു, ഇരുന്ന് പഠിക്കുന്നു, എന്നിട്ട് എണീക്കുന്നു, നടക്കുന്നു, ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ടീച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് പഠിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ഇൻ്ററിന് പഠിക്കുമ്പോഴും ഫൗണ്ടേഷൻ പഠിക്കുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഓന് എപ്പോഴും എനിക്ക് പെട്ടെന്ന് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ സാറ് പറഞ്ഞ കേട്ടാണ്ട് കിളി പോയിരിക്കുമ്പോൾ ഓനോട് ചോദിക്കും, ഓൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എന്ത് ചെയ്യും, അത് പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും, അപ്പോൾ ഓനക്കും അത് കൂടുതൽ മനസ്സിലാവും. ദാറ്റ്സ് എ നെക്സ്റ്റ് ടിപ്പ്. പറയുന്ന 2 സംഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്തിരുന്നതാണ്. അതിലൊന്ന് മെഡിറ്റേഷൻ. ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസിലും പറയുന്നത് മെഡിറ്റേഷൻ്റെ ഹെൽപ്പ്. നമ്മൾ എക്സ്ട്രീം ടഫായിട്ടുള്ള കോഴ്സുകളിലൂടെയോ അല്ലെങ്കിൽ വർക്കിലൂടെയൊക്കെ പോകുന്ന ടൈമിൽ, നമ്മൾ സ്വന്തം ഒരു ബിസിനസ് കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായി നിൽക്കുന്ന സമയം ആണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിന് നമ്മളെ കയ്യിൽ എന്താ പറയുക, നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്ന സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഉപകാരമാണ്.
അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനും അല്ലെങ്കിൽ ചിന്തയും വേറെ എവിടേക്കെങ്കിലും പോകാൻ പാടില്ല. നമ്മളെ ബ്രെയിന് അറ്റൻഷനും ഇവിടെ വേണം, നമ്മളെ ബോഡിയും ഇവിടെ തന്നെ വേണം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ, അതുപോലെ NSDR ഒക്കെ, നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് പ്രോട്ടോക്കോൾ, NSDR. ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മെഡിറ്റേഷൻ സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, രാവിലെ ചെയ്തിരുന്നു. കാരണം നമുക്ക് അത്രയും സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. CAൻ്റെ എക്സാം ടൈം എന്നൊക്കെ പറയുന്നത് അത് പോയവർക്ക് അറിയുണ്ടാവും. ആ ഒരു സ്റ്റഡി ലീവ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സുള്ള ടൈമാണ്. കുറേ ആൾക്കാരെ ചോദ്യങ്ങൾ ഉണ്ടാവും, നമ്മൾ തന്നെ നാളെ എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് ഓവർ തിങ്കിങ് വരുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു തോട്ട്സിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ മെഡിറ്റേഷൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക. അത് രാവിലെ ആയിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രോസസ്സൊന്നുമല്ല. അത് സംഭവം എന്ന് പറയുന്നത് ഡീപ്പ് ഇൻഹലേഷനും ഡീപ്പ് എക്സലേഷനും അങ്ങനെയൊക്കെയാണ് നോർമലി വരിക. പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ നെർവസ് സിസ്റ്റമൊക്കെ ഒന്ന് റിലാക്സായി, നിങ്ങളെ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ ഒന്ന് കുറഞ്ഞ്, നമ്മുടെ എന്താ പറയുക വിഷ്വൽ ഇൻഫർമേഷൻസ് നമ്മളെ ഒന്നായിട്ട് ഇങ്ങനെ കൂട്ടം കൂടി കലപ്പിലേക്കാണ് വിഷ്വൽ ഇൻഫർമേഷൻ വരുന്നതൊക്കെ ഒന്ന് കുറയും ബ്രെയിനിൽ. അപ്പോൾ അതൊന്ന് മെഡിറ്റേഷൻ. ഇനി അടുത്തതാണ് സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ്. അത് ഞാൻ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പറയുന്നുണ്ടാവുക 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഒരു ഇത്രയും എക്സ്ട്രീം കോഴ്സൊക്കെ പഠിക്കുന്ന ഒരു CS സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ MBBS പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോൾ 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഗെറ്റ് സ്ലീപ്പ് ആസ് മച്ച് as യു ക്യാൻ. ഒരു 7-8 കിട്ടാൻ നോക്കുക, മാക്സിമം ശ്രമിക്കുക. എനിക്ക് പലപ്പോഴും 6 കിട്ടിയിട്ടുള്ളായിരുന്നു, പിന്നെ 7-6 ആ രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 8 ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഫൗണ്ടേഷൻ്റെ ടൈമിലാണ് ഏറ്റവും ഞാൻ മിസ്റ്റേക്ക് ചെയ്തതിന്. അന്ന് ഞാൻ 6-5 അത്രയൊക്കെ ഉറങ്ങുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ലാസ് പോയാൽ ഉറക്കം വരും. അത് മാത്രമല്ലാതെ അവിടുന്ന് പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻ നമ്മൾ ഫുള്ള് ബ്രെയിനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അത് എഫക്റ്റീവായിട്ട് ലേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആ ഒരു സ്ലീപ്പ് നമുക്ക് ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് അപ്പോൾ പഠിപ്പിച്ച് തരുന്നത് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ആ ഇൻഫോർമേഷൻ നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിക്കൊക്കെ ആക്കണമെന്നുണ്ടെങ്കിലും അവിടെ എന്താവശ്യമുണ്ട്, സ്ലീപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനും പ്രാധാന്യം കൊടുക്കുക. ഞാൻ ഇതിലൊക്കെ ആയപ്പോൾ, അതായത് +2 ടൈമിലൊക്കെ ആയപ്പോൾ എനിക്കുണ്ടായ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പഠിക്കില്ല. എക്സാം വരുന്നതിന് മുമ്പ് ഒരു ദിവസത്തെ ഉറക്കം ഫുള്ള് ഒഴിച്ചാണ്ടൊക്കെ പഠിക്കും. സ്റ്റിൽ അത് ഓക്കെ ഫോർ ദ നെക്സ്റ്റ് ഡേ ഷോർട്ട് ടേം മെമ്മറിയിലുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ബട്ട് സ്റ്റിൽ അത് അത്രയും ഗതികേടില്ലാത്ത സംഭവമായിട്ടാണ്. +2 +1 ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ അങ്ങനെ കഴിച്ചിലായി പോകുന്നത്. പക്ഷെ ഒരു ടഫ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ആ ഒരു തലേന്ന് പഠിച്ചിട്ട് കാര്യമല്ല, ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. അപ്പോൾ അവിടെ സ്ലീപ്പും വേണം. അല്ലാതെ സ്ലീപ്പ് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പഠിച്ചുകൊണ്ട് കുറേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കരുത്. ഭയങ്കര വലിയൊരു മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് ഞാൻ ഉപയോഗിച്ചതിന് ഒരു ഹാക്കാണ്. CA ജേണിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് CA ഇൻ്റർ ക്രാക്ക് ചെയ്ത് ഇതിൻ്റെ ഡേ ഇൻ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ അതിൽ ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ് ഇമോഷണൽ എന്ന് പറയുന്നത്. ഇമോഷൻസ്, അതായത് നമ്മളെ പഠനവും ഇമോഷൻസും കണക്ട് ചെയ്യുക. ജസ്റ്റ് ഒരു പൊട്ടനായി കണ്ട് നേരെ ഇങ്ങനെ വായിച്ച് പോവുക, ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് വരും. അങ്ങനെയല്ല, ബുദ്ധി കളിക്കണം. യു ക്യാൻ കണക്ട്. ഏറ്റവും കൂടുതൽ പവർഫുൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നെഗറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് വിഷമം വരുന്ന ഇമോഷൻസാണ്. അത് ശരിക്കും സ്റ്റഡീസിലും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നല്ല ടോപ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരുന്നു പഠിക്കാൻ. ഓലെല്ലാം അതൊരു ഇമോഷൻ വെച്ച് കണക്ട് ചെയ്തിരുന്നു. അതായത് എനിക്ക് ഇത് പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഓരോ കടം വീട്ടാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പാസ്സായിട്ട് വേണം എൻ്റെ കുടുംബത്തിനെ എനിക്ക് രക്ഷപ്പെടുത്താനുള്ള അങ്ങനെ ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുകയാണ്. ആ ഒരു പാസ്സാവണം മൊമെൻറ്റും അതുപോലെ ആ ഒരു ഇമോഷൻസൊക്കെ അതിൻ്റെ ഒപ്പം വരണം. ആ വിഷ്വലൈസേഷൻ്റെ ഒപ്പം എങ്ങനെ പാസ്സാവണ ആ ഒരു മൊമെൻറ്റും എല്ലാവരും ഹാപ്പി ആയി നിൽക്കുന്നതും നമ്മളോലൊക്കെ സഹായിക്കുന്നതും ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇമോഷൻസ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മോട്ടിവേഷനൊക്കെ ഓട്ടോമാറ്റിക് വരും. ഒരു ദിവസം പഠിക്കാൻ തോന്നാതെ നിൽക്കില്ല. എല്ലാവരും പറയും മോട്ടിവേഷൻ അല്ല ഡിസിപ്ലിൻ ആവാൻ വേണ്ടി. ഞാനും പറയലുണ്ട് അത് ചില സമയങ്ങളിൽ നമുക്ക് ഒന്നിനും പറ്റാത്ത സമയത്ത് നമ്മൾ വീണ്ടും പുഷ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് മതി തോന്നുകയാണെങ്കിൽ അവിടുന്ന് പുഷ് ചെയ്യാനാണ് ഡിസിപ്ലിൻ. പക്ഷേ ഒരു നോർമലി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരെ നമ്മുടെ ഉള്ളിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കണം, നമുക്ക് മോട്ടിവേഷൻ വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു ജനറൽ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ആ ഗോളിനെ നമുക്ക് പെർസ്യൂ ചെയ്യാനുള്ളത് അത് ഇതിൽ നിന്ന് വരും. ദിസ് ഇമോഷണൽ തിങ്, എന്താണ് അതിൻ്റെ പേരും കാര്യമില്ല, കണക്ട് ചെയ്യുക, ഇമോഷനായിട്ട് കണക്ട് ചെയ്യുക. ദിസ് എ ബ്രില്യൻറ്റ് വൺ, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഇതൊന്നും മറ്റേ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം അങ്ങനത്തെ ടിപ്സുകളാവില്ല ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ എന്നെ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്താണ്. ഇതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ പാസ്സായത്.
നെക്സ്റ്റ് വൺ, ദിസ് ഈസ് എ ഗെയിം ചേഞ്ചർ. എന്താ പറയുക, ഒരു ക്വിക്ക് ഹാക്കാണിത്. 40 ഹെർട്സ്, 40 ഹെർട്സിൻ്റെ ബൈന്യൂറൽ ബീറ്റ്സ്. യൂട്യൂബിൽ നോക്കിയാൽ മതി, BINEURAL ബീറ്റ്സ്, ബൈന്യൂറൽ ബീറ്റ്സ്. അതായത് എനിക്ക് തോന്നുന്ന 2 ഇയറിലും 2 ഫ്രീക്വൻസിയിൽ സൗണ്ട് പ്ലേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നു. അതായത് നമ്മൾ പഠനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ബൈന്യൂറൽ ബീറ്റ്സ്, 40 HZ ബൈന്യൂറൽ ബീറ്റ്സ് യൂട്യൂബിലുണ്ടാവും. അതൊന്ന് കേൾക്കുക, ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കേൾക്കുക, ഹെഡ്സെറ്റ് വെച്ചാണ്ട് കേൾക്കുക. അപ്പോൾ ആ ഒരു സംഭവം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് ഭയങ്കര ക്ലിയർ ആയിക്കറും, പെട്ടെന്ന് ഫോക്കസ് കിട്ടും. അതൊരു ഭയങ്കര വലിയൊരു ഹാക്കാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 40 ഹെർട്സിൻ്റെ ബൈന്യൂറൽ ബീറ്റ്സ് ഒരു 5-10 മിനിറ്റ് പഠിക്കുന്നതിന് മുമ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പഠിക്കുന്നതിനോടൊപ്പം ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് കേട്ടേണ്ട വർക്ക് ചെയ്യണമല്ലുണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് എനിക്കറിയില്ല, അത് എനിക്ക് എഫക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ രണ്ടും നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, ഏത് വർക്ക് ചെയ്യണം നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ഞാൻ ഉപയോഗിച്ചിരുന്നതാണ് പ്രൊമഡോറോ ടെക്നിക്കാണ് തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അതായത് കുറച്ച് നേരം പഠിക്കുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, കുറച്ച് നേരം പഠിക്കുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഇരുന്നാണ്ട് ഫസ്റ്റ് നല്ല എഫിഷ്യൻസി, പിന്നെ കുറഞ്ഞ് വന്നാണ്ട് ഒന്നും തലയിൽ കയറാതാവണതിൻ്റെ പകരം ഒരു 25 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സ് പഠിക്കുന്നു, കുറച്ചിങ്ങനെ കുറയണു. നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നു. ശ്രദ്ധിക്കണം, ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കാനല്ല പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്താണ്, നമുക്ക് ഏതെങ്കിലും ഫണ്ണാണ് തോന്നുന്ന ടെക്നോളജി പരമല്ലാത്ത ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെറിയ ഫുഡ് എന്തെങ്കിലും ട്രീറ്റ് ഒക്കെയാണ് നമുക്ക് കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നമ്മളെ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലപ്പം ഒന്ന് എൻഗേജ് ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നമ്മളെ ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഓലപ്പം ഒന്ന് വർത്താനം പറഞ്ഞാണ്ട് അങ്ങനെ ഒരു 5 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്താണ്ട് ഒരു 25 മിനിറ്റ് പഠിച്ചു, ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ 50 മിനിറ്റ് പഠിച്ചു, ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തു, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയാലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എഫിഷ്യൻസി വീണ്ടും കൂടി. എന്നിട്ട് വീണ്ടും നമ്മൾ പഠിക്കുന്നു, ഇങ്ങനെ കുറഞ്ഞു വരുന്നു, വീണ്ടും നമ്മൾ ഇതേമാതിരി റെസ്റ്റ് എടുക്കുന്നു, അപ്പോൾ എഫിഷ്യൻസി വീണ്ടും കൂടി. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യും, ഒരു വലിയൊരു ഡ്രോപ്പോ അതൊന്നും ഇല്ലാതെ നേരെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ എഫിഷ്യൻസി ആ ലാസ്റ്റ് വരെ. പക്ഷെ ഒരേ സമയം ഇങ്ങനെ നേരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാപ്പാടം പഠിച്ചു പോകുന്ന ആൾക്കാർ ഇങ്ങനെ പോയി തീരുമാനമാവും. അപ്പോൾ അത് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഞാൻ കറക്റ്റ് എത്ര പോയിൻറ്റ്സ് പറഞ്ഞു എന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വീഡിയോസ് ആരും ചെയ്തിട്ടുണ്ടല്ലോ, കാരണം ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടല്ലേ എന്നുള്ളത്. പിന്നെ ഈ വീഡിയോസ് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കമൻറ്റിലൊക്കെ വായിച്ചു. താങ്ക് യു. അതുതന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം, എല്ലാവർക്കും ഫ്രീ ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ ഞാൻ പഠിച്ചിരിക്കുന്ന എൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വേറെയുള്ളവർക്കും ഷെയർ ചെയ്യണം തന്നെയാണ് എൻ്റെ ഓലെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.